നമ്മൾ നേരെ പോകുന്നത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത്, സഞ്ജുവിന്റെ സ്വന്തം നാടായ വിഴിഞ്ഞത്ത്. അവിടെ മേഘന മുരളിയുണ്ട്. മേഘന, സഞ്ജുവിന്റെ സ്വന്തം നാടാണ്, അതുകൊണ്ട് തന്നെ ആരെക്കാളും ചങ്കിടിപ്പ് ഇന്ന് ഈ ഫൈനൽ മത്സരം ഉണ്ടാകുമ്പോൾ നാട്ടുകാർക്കുണ്ടാകും. സഞ്ജു വൈബിൽ തന്നെയാണോ വിഴിഞ്ഞം? തീർച്ചയായും സഞ്ജുവിന്റെ നാട്ടുകാർക്ക് ഇതിൽ പരം മറ്റെന്ത് വേണം? അവരുടെ മകനാണ് ഇന്ത്യൻ ജേഴ്സിയിൽ ഇന്ന് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടെ വിഴിഞ്ഞത്തുകാർ പറയുന്നത്. ഇതാണ് സഞ്ജുവിന്റെ നാട്. ഈ മണൽത്തരികളിൽ നമുക്ക് കാണാം, ഒരു വശത്ത് കടലാണ്. ഈ മണൽത്തരികളിൽ തന്റെ 9 വയസ്സ് മുതൽ കളിച്ചു വളർന്നാണ് സഞ്ജു ഇത്ര വലിയ താരമാകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ ടീം വരെ എത്തുന്നത് എന്നുള്ളതാണ്. നമുക്കിവിടെ ഒരു പോസ്റ്റർ കാണാം. എഴുതിത്തള്ളിയവർക്കും കരിയർ തീർന്നു എന്ന് വിധി എഴുതിയവർക്കുമെല്ലാമുള്ള ഒരേ ഒരു മറുപടിയാണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് വിഴിഞ്ഞത്തുകാർക്കും സഞ്ജുവിന്റെ നാട്ടുകാർക്കും പറയാനുള്ളത്. ഇന്നതിൽ അതിലൊരു മറുപടി ഉണ്ടാകും. അതിൽ സഞ്ജുവിന്റെ ഗ്രാഫ് താഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ നിന്നാണ് സഞ്ജു പിന്നീട് ഫോമിലേക്ക് വരുന്നതും ഇന്ത്യയെ ഫൈനൽ വരെ, T20യുടെ ഫൈനൽ വരെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സഞ്ജുവിന്റെ നാട്ടിൽ ഒരു സ്ക്രീൻ അടക്കം ഒരുക്കിക്കൊണ്ടാണ് അവർ ഈ കളി കാണാൻ തയ്യാറായിരിക്കുന്നത്. അവർ ഇന്ന് ഇന്ത്യ നേടും, അത് സഞ്ജുവിലൂടെ തന്നെ. ബാറ്റിംഗ് പ്രതീക്ഷകൾ മുഴുവൻ സഞ്ജു സാംസണിലാണ് എന്നുള്ളതാണ് ഇവിടെയുള്ളവർ പറയുന്നത്. നമുക്ക് കാണാം, കുറച്ച് കുട്ടികളടക്കമുണ്ട്. ഈ കുട്ടികളടക്കം ഒക്കെ സഞ്ജുവിന്റെ വഴിയെ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. സഞ്ജു വന്ന വഴിയെ, അല്ലെങ്കിൽ ഈ ഗ്രൗണ്ടിൽ നിന്ന് പരിശീലിച്ചതുപോലെ തന്നെ പരിശീലിച്ച് വലിയ താരങ്ങളാവാൻ ആഗ്രഹിക്കുന്നവരാണ്. എങ്ങനെയാണ് ഇന്ന് പ്രതീക്ഷ? അത് ഇന്ന് സഞ്ജു സാംസൺ കപ്പടിച്ചിട്ട് തന്നെ ആ സ്റ്റേഡിയത്തിൽ നിന്ന് കടക്കുകയുള്ളൂ. എങ്ങനെയാ സഞ്ജു ഇന്ന് സെഞ്ചുറി അടിക്കോ? ഒരു 50ന്റെ മേളിലൊക്കെ അടിക്കും സഞ്ജു. കൂടി പോയാൽ 100ന്റെ മേളിൽ അടിക്കും. ഇന്ത്യ ജയിക്കോ തൂക്കോ? ഇന്ത്യ ജയിച്ചിരിക്കും. സെഞ്ചുറി അടിക്കും സഞ്ജു സാംസൺ. വേണ്ടി അടിക്കും, വിഴിഞ്ഞത്തിന് വേണ്ടി അടിക്കും, അടിച്ചിരിക്കും. ഒന്ന് സഞ്ജുന്ന് വിളിച്ചേ. സഞ്ജുക്ക് അങ്ങനെ വലിയ ആവേശമുണ്ട്. ഇവിടെ ഒരു മോൻ പറഞ്ഞത് വിഴിഞ്ഞത്തിന് വേണ്ടി സഞ്ജു ഇന്ന് കപ്പടിക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. കാരണം ഇവിടെ ഈ മണ്ണിൽ നിന്ന് കളിച്ചു പഠിച്ചു വളർന്നതാണ്. അതിൽ സഞ്ജു പലതവണയും പ്ലേയിങ് 11 ഇല്ലാത്ത സമയത്ത് പോലും കഠിന പരിശീലനം നടത്തി, ഫോം ഔട്ടായ സമയത്ത് പോലും കഠിന പരിശീലനം നടത്തിയാണ് ഈ വഴിയിലൂടെ സഞ്ചരിച്ചാണ്, വിഴിഞ്ഞത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചാണ് സഞ്ജു വലിയ തരത്തിൽ ഈ ഇന്ത്യൻ ജേഴ്സിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ചേട്ടാ, മാലപ്പടക്കം വാങ്ങി വെച്ചോ? വെച്ചിട്ടുണ്ട്. ടെൻഷൻ കൂടി. ഇനി 20 മിനിറ്റ് കൂടെ ഉള്ളൂ. എന്തായാലും നമ്മള് പടക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ പോകുന്നത് സഞ്ജുവാണ്. ആ ടെൻഷൻ ഇപ്പോഴും ഉണ്ട്. ബാറ്റിംഗ് തെരഞ്ഞെടുത്തു, അത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? സഞ്ജുവിന് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചത് മറ്റേ സെമി ഫൈനൽ ഉള്ള ഒരു സെൻസിബിൾ ഇന്നിങ്സ് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ജയിച്ച ആഘോഷമായിരിക്കും. പിന്നെ അല്ല, ഇവിടെ അടിച്ച് പൊളിക്കും. എല്ലാം അതിന് സെറ്റ് ആയിട്ടുണ്ട്. ജയിച്ചാൽ മാത്രം മതി. വിഴിഞ്ഞങ്കാർ തയ്യാറാണ്. ഇവിടെ ജയിച്ചാൽ വലിയൊരു ദൃശ്യം വരുന്നത് തന്നെ ഒരുക്കും. മാലപ്പടക്കമടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിഴിഞ്ഞങ്കാർ പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് ചങ്കിടിപ്പുണ്ട്. കാരണം സഞ്ജുവിന്റെ ആ ബാറ്റിംഗ് പ്രതീക്ഷകൾ മുഴുവൻ സഞ്ജുവിലാണ്. സഞ്ജുവാണ് തുടക്കം. അത് വലിയ തരത്തിലൊരു മികച്ച തുടക്കം ഉണ്ടാകണം. വിഴിഞ്ഞത്തിന്റെ മകൻ കപ്പടിച്ച് തിരിച്ചു വരണം എന്നുള്ളതാണ് വിഴിഞ്ഞങ്കാരുടെ പ്രതീക്ഷ. എന്തായാലും ഇവിടെ സ്ക്രീൻ തയ്യാറാണ്. ഇനി കളി തുടങ്ങി ആ ഒരു ഫോമിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അതിൽ മാലപ്പടക്കമടക്കം വാങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വിഴിഞ്ഞം പറയുന്നത്. ഇവിടെ നിന്ന് കളി ശരി മേഘന, എന്തായാലും വലിയ ആവേശത്തിലാണ് വിഴിഞ്ഞം ഇന്ന്. പ്രത്യേകിച്ചും സഞ്ജു ആദ്യം ബാറ്റ് ചെയ്യും, ഓപ്പണറാണ്. അതുകൊണ്ട് വലിയ ആവേശത്തിലാണ് അവരെല്ലാവരും കളി കാണാൻ. എന്തായാലും സഞ്ജുവിന്റെ ഈ ലോകകപ്പിലേക്കുള്ള വരവ്, അത് ഈ ലോകകപ്പിന്റെ ആദ്യ മത്സരങ്ങളിൽ സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ഫിനിക്സ് പക്ഷി പോലെയുള്ള ഒരു തിരിച്ചുവരവായിരുന്നു സഞ്ജുവിന്റേത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.